ഏറ്റവും ബഹുമാന്യനായ അഭിവന്യ യുവാനിയോസ് തിരുമേനി, ഏറ്റവും ബഹുമാനപ്പെട്ട വികാരി ജനറൽ അച്ഛന്മാരെ, പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ, സുവിശേഷകരെ, സേവനിമാരെ, വൈദിക സെമിനാരി വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വലിയ കരുണയാൽ ഇന്നലെ ഒരു ബൈബിൾ പഠനം നമ്മൾ ഒരുമിച്ച് നടത്തുവാൻ ദൈവം കൃപ ചെയ്തു. ഇന്ന് രണ്ടാമത്തെ ഒരു പഠന സെഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞ് നിർത്തിയത് ദ വണ്ടർ ദാറ്റ് ഈസ് ദ ചർച്ച് എന്നാണ്. സഭ ദൈവത്തിൻ്റെ അത്ഭുതമാണ്. ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്നൊരു പുസ്തകം എൽ ബാഷാം ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ദ വണ്ടർ ദാറ്റ് ഈസ് ദ ചർച്ച്, സഭ ദൈവത്തിൻ്റെ വലിയ അത്ഭുതം എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. ഇന്നലെ അത് പറയാനുള്ള സമയം നമുക്ക് കിട്ടിയില്ല. എന്നാൽ ദൈവത്തിൻ്റെ വലിയ കരുണയാൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ദൈവസന്നിധിയിലേക്ക് അനുരഞ്ജനപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ഒരു പദ്ധതി. അപ്പം ഗോഡ് റെക്കൺസൈലിംഗ് വിത്ത് ഹ്യൂമൻ ആൻഡ് ഹ്യൂമൻസ് റെക്കൺസൈലിംഗ് വിത്ത് ഗോഡ്, ദൈവത്തോട് മനുഷ്യരും മനുഷ്യരോട് ദൈവം അനുരഞ്ജനപ്പെടുന്ന ഒരവസ്ഥ. അതിനോടൊപ്പം മനുഷ്യർ തമ്മിൽ അനുരഞ്ജനപ്പെടുന്ന ഒരവസ്ഥ, അതാണ് സഭ. അപ്പോൾ ദൈവത്തോടും പരസ്പരവുമുള്ള അനുരഞ്ജനത്തിൻ്റെ ഏറ്റവും സുന്ദരമായ പുഷ്പവാടിയാണ് സഭ എന്നത്. അപ്പോൾ അങ്ങനെയൊരു ശ്രേഷ്ഠമായ ഒരവസ്ഥയല്ലാതെ മറ്റൊരവസ്ഥ ഈ ലോകത്തിലെ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള സ്വരലയമുള്ള ഒരവസ്ഥയ്ക്കില്ല എന്നുള്ളതിന് സംശയമില്ല. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ എന്ന് കർത്താവ് പറഞ്ഞു. കണ്ണിന് പകരം കണ്ണ് എന്നുള്ളൊരവസ്ഥ തുടരുകയാണെങ്കിൽ ഈ ലോകത്തിലെ അന്ധരുടെ എണ്ണം പെരുകും. അല്ല, പല്ലിന് പകരം പല്ല് എന്നുള്ള അവസ്ഥ തുടരുകയാണെങ്കിൽ ഈ ലോകത്തിൽ പല്ലില്ലാത്തവരുടെ എണ്ണം പെരുകും. എന്നാൽ കണ്ണുള്ളവരും പല്ലുള്ളവരും കവിളുള്ളവരും ഒക്കെ ഈ ലോകത്തിൽ തുടരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ അനുരഞ്ജനത്തിൻ്റെ മാർഗം കാൽവരി കുരിശിലൂടെ നമുക്ക് നൽകപ്പെട്ട ആ ഒരു മാർഗമല്ലാതെ മറ്റൊരു മാർഗമില്ല. ദിസ് ഈസ് ദി ഓൺലി മോഡൽ. ഇത് മാത്രമാണ് സഭയ്ക്കുള്ള അല്ലെങ്കിൽ ലോകത്തിനുള്ള മോഡൽ എന്നുള്ളത് നമ്മൾ അറിയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ തലക്കെട്ട് വീണ്ടും പറഞ്ഞത്, ദ വണ്ടർ ദാറ്റ് ഈസ് ദ ചർച്ച്. സഭ ദൈവത്തിൻ്റെ അത്ഭുതം, ഈ ലോകത്തിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ അത്ഭുതം. ഈ സഭാ മക്കളായി തീരുന്നതിനുള്ള ഭാഗ്യം ദൈവം തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്, ആർ വി ദി സെർവൻസ് ഓഫ് ദ ലോഡ്, ദ ബോൺ സെർവൻസ്? നമ്മൾ ദൈവത്തിൻ്റെ ബദ്ധരാണോ, യേശുവിൻ്റെ ബദ്ധരാണോ? കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ എന്ന പൗലോസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒരേ സമയത്ത് തന്നെ താൻ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു തടവുകാരനായിരിക്കുന്നു എന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോൾ അദ്ദേഹം പറയുന്നത്, തൻ്റെ ഈ തടവറയുടെ യഥാർത്ഥ കാരണം താൻ കർത്താവിന് ബദ്ധനാണ് എന്നുള്ളത് കൊണ്ടാണ്. ബിക്കോസ് ഐ എം എ സ്ലേവ് ടു മൈ ലോഡ്, മൈ എക്സ്പീരിയൻസ് ഓഫ് ദിസ് ഇംപ്രിസൺമെൻറ്റ് ഐ ക്യാൻ, എനിക്കിതിനെ ദൈവതിരുനാമത്തിൻ്റെ മഹത്വത്തിനാക്കി തീർക്കുവാൻ സാധിക്കുന്നു എന്നുള്ള വലിയൊരു കാഴ്ചപ്പാടാണ് വേദപുസ്തകം നമുക്ക് നൽകുന്നത്, പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ധ്യാനം 2-ാം അധ്യായത്തിൻ്റെ, ഞാൻ പറഞ്ഞു 3-ാം അധ്യായം തുടങ്ങുന്നത് 2-ാം അധ്യായം പറഞ്ഞു വെക്കുന്ന എന്തൊക്കെയോ ചിലതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആയതുകൊണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അത് നിമിത്തം എന്ന് പറയുമ്പോൾ മുമ്പിൽ പറഞ്ഞ കാര്യങ്ങൾ കാരണമാണ് എന്നുള്ള ശക്തീകരണമാണല്ലോ അവിടെ ലഭിക്കുന്നത്. അതുകൊണ്ട് 2-ാം അധ്യായമാണ് ഇന്ന് നമ്മുടെ ഒരു ചിന്തയ്ക്ക് വേണ്ടി
ഞാൻ വിഷയീഭവിപ്പിക്കുന്നത്. സാധാരണ ഒരു ധ്യാനയോഗത്തിൽ പ്രസംഗിക്കുന്നത് പോലെയോ ഒരു കൺവെൻഷൻ യോഗത്തിൽ പ്രസംഗിക്കുന്നത് പോലെയോ എൻ്റെ പ്രസംഗമായി പോകരുത് എന്ന് എനിക്ക് താല്പര്യമുണ്ട്. നിങ്ങളെല്ലാവരും തന്നെ വളരെ പ്രബുദ്ധരായിട്ടുള്ള ആളുകളാണ്. വളരെ പെട്ടെന്ന് ഇന്ന് എൻ്റെ മുമ്പിലുള്ള ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള ദൈവം എന്നോട് പലപ്പോഴായി സംസാരിച്ച കാര്യങ്ങൾ, ഞാൻ ഉൾക്കൊണ്ട കാര്യങ്ങൾ ഒന്ന് പങ്കുവെക്കാം എന്നുള്ളതാണ് താല്പര്യം. അപ്പോൾ ഞാനിങ്ങനെ ഇന്നലെ ബൈബിൾ ക്ലാസ് കഴിഞ്ഞ സമയത്ത് എന്നോട് ചില ആളുകൾ ഇൻഫോർമലായി സംസാരിച്ചു. ചില ആളുകളുടെ പരസ്യമായിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അഡ്വക്കേറ്റ് എബി കുര്യാക്കോസിനെ പോലുള്ള ആളുകൾ എഴുന്നേറ്റ് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ ദിവസങ്ങളിലെ നമ്മുടെ ധ്യാനങ്ങളിലൂടെയൊക്കെ അതെല്ലാം അഡ്രസ്സ് ചെയ്യപ്പെടുമെന്നാണ് എൻ്റെ വിചാരം. ദൈവത്തിന് സ്തോത്രം. പിന്നെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഒരു ക്രോസ് സെക്ഷൻ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഹ്യൂമൻ ഇൻറ്ററാക്ഷൻ ഇത്രയും കാലം നടത്തിയിട്ടുള്ളത് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പൾവറൈസ്ഡ് ഡസ്റ്റ് എന്നുള്ളൊരു വാക്കാണ്. പൾവറൈസ്ഡ് ഡസ്റ്റ്. വല്ലാതെ സമ്മർദ്ദങ്ങൾ ഏൽക്കുന്ന മനുഷ്യർ. ആ സമ്മർദ്ദങ്ങളുടെ മധ്യത്തിൽ ഈ ലോകത്തിൻ്റെ മർദ്ദങ്ങളേറ്റ് വല്ലാതെ വിഷമിക്കുന്ന ആളുകൾ ഭാരപ്പെടുകയാണ്. എന്താണ് ഞങ്ങൾക്കൊരു വേ ഔട്ട്, വാട്ട് ഈസ് ദി എക്സിറ്റ് എന്ന് ഉള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ദൈവവചനത്തിൻ്റെ മുമ്പിൽ നിരുപാധികമായി നമുക്ക് അഭിമന്യ തിരുമേനി പ്രാർത്ഥിച്ചപ്പോൾ ഓർത്തതുപോലെ വചനം നമ്മളെ പുനഃസൃഷ്ടി ചെയ്യുന്നതാണ്. ദ വേർഡ് ക്രിയേറ്റ്സ്. വചനം സൃഷ്ടിക്കുന്നു എന്ന് മാത്രമല്ല, വചനം പുനഃസൃഷ്ടി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തിരുവചനത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവമേ എന്നെ പുനഃസൃഷ്ടി ചെയ്യണമേ എന്നാണ്. വി ആർ ഓൾ ക്രിയേറ്റഡ് ആൻഡ് വി നീഡ് എ റീക്രിയേഷൻ. നമുക്കൊരു പുനഃസൃഷ്ടിയുടെ ആവശ്യമുണ്ട്. ദൈവമേ എന്നെ പുനഃസൃഷ്ടി ചെയ്യണമേ. നമുക്കൊരുമിച്ച് ഒരു 4 വരിയൊന്ന് പാടാം. അത് ദൈവത്തോടുള്ള നമ്മുടെ വലിയൊരു ആഗ്രഹവും പ്രാർത്ഥനയുമായി പ്രിയപ്പെട്ടവരെല്ലാം ദൈവസന്നിധിയിൽ പറയണം. ആബാലവൃദ്ധം പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ നമുക്കെല്ലാവർക്കും ദൈവത്തെ ആവശ്യമാണ്. വി നീഡ് ഗോഡ്സ് ഇൻ്റർവെൻഷൻ ഇൻ അവർ ലൈഫ്സ്. അക്കോർഡിംഗ് ടു അവർ സ്റ്റേച്ചർ ആൻഡ് സ്റ്റേറ്റസ് വി നീഡ് ടു ബി മോഡിഫൈഡ്. നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൃപയിൽ റീക്രിയേറ്റ് ചെയ്യപ്പെടുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. പണ്ട് നമ്മൾ ഈ കൺവെൻഷൻ വേദിയിലൊക്കെ പാടിക്കേട്ടിട്ടുള്ളത് നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതുമായൊരു പാട്ടാണ്. 4 വരി മനഃപൂർവ്വമായ ദൈവസന്നിധിയിൽ നമുക്ക് പാടാം. കൊടുങ്കാറ്റുണ്ടേ വാനദേശൻ പ്രിയനേ എന്നെ വീടല്ലേ, കൊതിയോടു ഞാൻ വരുന്നേ എൻ്റെ സങ്കടമങ്ങു തീർക്കണേ, കൊതിയോടു ഞാൻ വരുന്നേ എൻ്റെ സങ്കടമങ്ങു തീർക്കണേ. കണ്ണിൽ കണ്ണുനീരുണ്ടാകുമ്പോൾ തുടയ്ക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തെ പുനഃസൃഷ്ടി ചെയ്യുന്ന കർത്താവേ, നിൻ്റെ സന്നിധിയിലേക്ക് നിൻ്റെ മക്കൾ ഞങ്ങൾ അടുത്തു വരുന്നു. ദൈവമായ കർത്താവേ, പല പ്രകാരത്തിൽ ജീവിത പ്രതിസന്ധികൾ കൊണ്ട് ഞങ്ങൾ നട്ടം തിരിയുമ്പോൾ നിൻ്റെ വചനത്തിൻ്റെ മുമ്പിലല്ലാതെ ഞങ്ങൾക്ക് ഒരു പുനഃസൃഷ്ടിയില്ല. ദൈവം തമ്പുരാനെ, ലോകവും അതിൻ്റെ മോഹവും ഒക്കെ ഒഴിഞ്ഞു പോകുന്നതാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് നിലനിൽക്കുന്നത് എന്ന് നിൻ്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് നിൻ്റെ വചനത്തിൻ്റെയും ദൈവരാജ്യത്തിൻ്റെയും ചിന്തകൾക്ക് മുമ്പിൽ ഞങ്ങളെ വിനയപ്പെടുത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഇന്നത്തെ ഈ ധ്യാനം, ഞങ്ങളുടെ പഠനം ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമായി തരുവാൻ ദൈവം തമ്പുരാൻ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ട കരുണകൾക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. 2-ാം അധ്യായത്തിന് ഒരു രൂപരേഖ, 2-ാം അധ്യായത്തിന് ഒരു ഔട്ട്ലൈൻ നമുക്ക് ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനും പഠനത്തിനുമായി ഞാൻ അവതരിപ്പിക്കുകയാണ്. ഒന്ന്, മാനസാന്തര പൂർവ്വദിനങ്ങൾ എന്നുള്ള ഒരു തലക്കെട്ട് നമുക്ക് കൊടുക്കാം. മാനസാന്തര പൂർവ്വദിനങ്ങൾ, പ്രീ ബാപ്റ്റിസ്മൽ പ്രീ കൺവേർഷൻ ഡേയ്സ്. അത് 2-3 വാക്യങ്ങളിലാണ് നമ്മൾ വായിക്കുന്നത്. മാനസാന്തര പൂർവ്വദിനങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത്. പുസ്തകം കയ്യിലുള്ള ആളുകൾക്ക് അതിനകത്തൂടെ നോക്കാം, തുറക്കി വെക്കാം. 2, ദൈവത്തിൻ്റെ
രക്ഷിക പ്രവൃത്തി, ദൈവത്തിൻ്റെ രക്ഷണീയ പ്രവൃത്തി, അത് 1-ാം വാക്യത്തിലും 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലും നമ്മൾ കാണുന്നു. ദൈവം രക്ഷണീയ പ്രവർത്തനം നടത്തിയത് എങ്ങനെയാണ്. 3-ാമത് 10-ാം വാക്യത്തിലും 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലും ദൈവിക ഭവന വ്യവസ്ഥ എന്ന ഒരു ധ്യാനം നമുക്ക് ലഭിക്കുകയാണ്. അതിനിടയ്ക്കുള്ളതൊരു എലാബറേഷനാണ്. പിന്നെ ഞാൻ അതിനോടൊപ്പം അപ്പൻഡിക്സായി ചേർത്ത് വെക്കാൻ ശ്രമിക്കുന്നത് 3-ാം അധ്യായം 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലൂടെയാണ്. അത് ദൈവഭവനത്തിൻ്റെ സന്ധാരണ വ്യവസ്ഥ എന്ന് ഞാൻ തലക്കെട്ട് കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് നമുക്ക് അനുഗ്രഹകരമായി നമ്മുടെ ചിന്തകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ 4 സബ് ഡിവിഷൻസ് കൊടുത്തത്. അത് 1 മാനസാന്തര പൂർവ്വദിനങ്ങൾ, 2 ദൈവത്തിൻ്റെ രക്ഷിക പ്രവൃത്തി, 3 ദൈവിക ഭവന വ്യവസ്ഥ, 4-മത്തേത് ദൈവിക ഭവനത്തിൻ്റെ സന്ധാരണം എന്നുള്ള 4 ചിന്തകൾ. നമുക്ക് നമ്മുടെ ചിന്തകളെ ക്രോഡീകരിക്കാനായിട്ട് അങ്ങനെ വെക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. 1 മാനസാന്തര പൂർവ്വദിനങ്ങൾ എന്നുള്ളതാണ്. മാനസാന്തര പൂർവ്വദിനങ്ങളെക്കുറിച്ചുള്ള വചന പ്രസ്താവനകൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഇങ്ങനെയാണ് വായിച്ചു തുടങ്ങുന്നത്: അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ ഉയർപ്പിച്ചു എന്നാണ്. ഉയർപ്പിച്ചു എന്നുള്ളത് ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനത്തിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയും. എന്നാൽ ഇപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്നുള്ള നിലയിൽ, വാട്ട് വാസ് ദ കണ്ടീഷൻ ഇൻ ദ പ്രീ കൺവേർഷൻ ഡേയ്സ്? പ്രീ കൺവേർഷൻ ഡേയ്സിൽ, പ്രീ ബാപ്റ്റിസ്മൽ ഡേയ്സിൽ വാട്ട് വാസ് ദ കണ്ടീഷൻ എന്നുള്ളതിനെക്കുറിച്ച് വളരെ പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളോട് വായിക്കുകയാണ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. അതിക്രമം, ട്രാൻസ്ഗ്രഷൻസ്, ക്രോസിംഗ് ദ ബൗണ്ടറീസ് എന്ന് വേണമെങ്കിൽ പറയാം. അതിക്രമം അതാണ്. ക്രമം ലംഘിക്കുന്നതാണ് അതിക്രമം. അക്രമവും അതാണ്. ക്രമമല്ലാത്തത് അക്രമം. അതിക്രമം ക്രമത്തെ ലംഘിക്കുന്നതാണ് അതിക്രമം, ക്രോസിംഗ് ദ ബൗണ്ടറീസ്. പാപം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ വളരെ പരിചിതമായ നമ്മുടെ പഴയ ഡെഫിനിഷനാണ്. പാപം എന്ന് പറഞ്ഞാൽ മിസ്സിങ് ദ മാർക്ക്, ലക്ഷ്യം തെറ്റിപ്പോകുന്നതാണ്. ഞാൻ അതിന് 2-നും കൂടെ കൊടുക്കുന്ന ഒരു വാക്ക് അതിക്രമവും അബദ്ധസഞ്ചാരവും എന്നാണ്. മിസ്സിങ് ദ മാർക്ക്, ലക്ഷ്യം തെറ്റിപ്പോവുക എന്ന് പറഞ്ഞാൽ അബദ്ധസഞ്ചാരത്തിലാവുക എന്നാണ് അതിൻ്റെ അർത്ഥം. പഥമല്ലാത്ത, ശരിയായിട്ടുള്ള പാതയിലല്ലാത്ത സഞ്ചാരമാണ് അബദ്ധസഞ്ചാരം. അതുകൊണ്ട് അതിക്രമം, അബദ്ധസഞ്ചാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവിക ജീവനിൽ നിന്നും മറഞ്ഞിരിക്കുന്ന അവസ്ഥ എന്നാണ്. ദൈവിക ജീവനിൽ നിന്നും മറഞ്ഞിരിക്കുന്ന അവസ്ഥ. നമുക്കറിയാവുന്നതുപോലെ നമുക്ക് ജഡീക ജീവൻ ഉണ്ട്, ബയോസ്. എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവിക ജീവനെക്കുറിച്ചൊക്കെ നമ്മൾ പറയും. സോയെ ലൈഫ് ഇറ്റേണൽ, സോയെ അയോനിയോസ് എന്ന് പറയുമ്പോൾ ലൈഫ് ഇറ്റേണൽ എന്നൊക്കെയുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള കേവല മർത്യ ജീവൻ മാത്രമല്ല, നമുക്ക് ദൈവസ്വരൂപത്തിലും ദൈവസാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരെന്നുള്ള നിലയിൽ നമുക്ക് ദൈവബന്ധത്തിൽ, ഇൻ റിലേഷൻ വിത്ത് ഗോഡ്, ഇൻ ലൈസൺ വിത്ത് ഗോഡ്, ദൈവത്തോടുള്ള നമ്മുടെ ഒരു ബന്ധത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ദൈവിക ജീവൻ്റെ സമൃദ്ധി. അപ്പോൾ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ നമുക്കറിയാമല്ലോ, തോട്ടത്തിന് നടുവിലെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. വാട്ട് ടൈപ്പ് ഓഫ് ഡെത്ത്? എന്തായിരുന്നു ആ മരണം എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ദാറ്റ് വാസ് ഓൺലി ഏലിയനേഷൻ ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്, അല്ലേ? ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുള്ള ഒരു അകൽച്ചയായിരുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുള്ള ഒറ്റപ്പെടലായിരുന്നു എന്ന് നമുക്കറിയാം. ഏലിയനേഷൻ ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്. അപ്പോൾ ഞാനതിന് ഇപ്പോൾ വളരെ സൗകര്യമായി വളരെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. വെൻ ഐ ആം ഏലിയനേറ്റഡ് ഫ്രം ദ ലൈഫ് ഓഫ് ഗോഡ്, എൻ്റെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് ഞാൻ അകന്നു പോകുമ്പോൾ, ഞാൻ ദൈവിക ജീവനിൽ നിന്ന് അകന്നിരിക്കുന്ന അവസ്ഥയ്ക്കാണ് എൻ്റെ മരണാവസ്ഥ എന്ന് വേദപുസ്തകത്തിൻ്റെ സാങ്കേതിക ഭാഷ ഉപയോഗിക്കുമ്പോൾ പറയുന്നത്. ഐ ആം ഡിറ്റാച്ച്ഡ് ഫ്രം ദാറ്റ് സോഴ്സ് ഓഫ് ലൈഫ്. ആ ജീവൻ്റെ സ്രോതസ്സിൽ നിന്ന് ഞാൻ അകന്നിരിക്കുന്നു എന്നുള്ള ഒരാശയമാണ്.
വേദപുസ്തകം അത് വളരെ വ്യക്തമായി ഒരുപാടിടത്ത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, റോമാലേഖനം 6-ാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. എന്ത് ക്ലിയറാണ്, വളരെ കാറ്റഗോറിക്കലി ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ദാറ്റ് പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. വേജസ് ഓഫ് സിൻ ഈസ് ഡെത്ത് എന്നുള്ള ഒരു പ്രസ്താവന അവിടെയുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ ദ പാരബിൾ ഓഫ് ദ പാരബിൾസ് എന്ന് പറയാവുന്ന ദ പ്രോഡിഗൽസ് ആണ്. ആ പാരബിളിൽ, ആ ഉപമയിൽ അപ്പൻ പറയുന്നുണ്ട്, മകൻ തിരിച്ചു വന്നപ്പോൾ ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, ഹി വാസ് ഡെഡ്, അവൻ ജീവിച്ചിരിക്കുന്നു, ഹി വാസ് ഡെഡ്. അപ്പോൾ മരണത്തിൻ്റെ ഒരു അവസ്ഥയുണ്ടായിരുന്നു, ഹി വാസ് ഡെഡ് എന്ന് പറയുകയാണ്. റോമാലേഖനം 7-ാം അധ്യായം 24-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഈ മനുഷ്യാവസ്ഥകളെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിന് ആര് വിടുവിക്കും? അതെ, ഞാൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിലാണ് പാർക്കുന്നത് എന്നുള്ള ഒരു ചിന്തയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ, 1 യോഹന്നാൻ 3:14, റോമാലേഖനത്തിൽ 6-ാം അധ്യായത്തിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ നമ്മൾ വളരെ ആവർത്തിതമായി വായിക്കുന്ന ഒരു കാര്യമാണ്, when you are alienated from the source of life, when you are alienated from the source of abundant life, you are alienated and you are dead, you spiritually dead, അല്ലേ? അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ക്രോസിങ് ദ ബൗണ്ടറീസ്, ഈ ബൗണ്ടറീസ് ക്രോസ് ചെയ്യുമ്പോൾ, അബദ്ധസഞ്ചാരം നടത്തുമ്പോൾ മനുഷ്യന് സംഭവിക്കുന്ന അവസ്ഥയാണ് മരണമെന്ന് പറയുന്നത്. ഒരു നിമിഷം നമ്മളെ തന്നെ ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം. നമ്മുടെ പാതകൾ ശരിയാണോ? ആർ വി ഇൻ ദ റൈറ്റ് പാത്ത്? നമുക്ക് റിവീൽ ചെയ്യപ്പെട്ട് കിട്ടിയ പാതകളിലാണോ നമ്മൾ നടക്കുന്നത്? വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ദൈവിക പാതകളെക്കുറിച്ചുള്ള ഒരു ചിത്രമുണ്ടല്ലോ, ആ ചിത്രത്തിലാണോ നമ്മൾ നടക്കുന്നത്? നമ്മൾ ക്രമങ്ങളെയും അതിരുകളെയും ലംഘിക്കുന്നുണ്ടോ? അത് ലംഘിക്കുന്നത് ദൈവത്തോട് ചോദിച്ചിട്ടാണോ? ഇങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ നമ്മളോട് ഈ ബൈബിൾ ക്ലാസ്സിൻ്റെ മധ്യത്തിൽ ചോദിക്കണം. എന്നോട് അങ്ങനെ ദൈവം തമ്പുരാൻ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് നമ്മൾ വായിക്കുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാ നിങ്ങളെ അവൻ ഉയർപ്പിച്ചതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയും. എന്നിട്ട് പറയുന്നു, അവയിൽ മുമ്പേ നിങ്ങൾ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും എന്നാണ്. ഈ ലോകത്തിൻ്റെ കാലഗതിയെ, ഈ ലോകത്തിൻ്റെ ദൈവം കണ്ണ് കുരുടാക്കി കളഞ്ഞതിനെക്കുറിച്ച് നമ്മൾ വായിക്കുകയാണ്. അങ്ങനെ 2 ദൈവമുണ്ടോ? ഈ ലോകത്തിനൊരു ദൈവം, അല്ലാത്തൊരു ദൈവം എന്ന് 2 ദൈവമുണ്ടോ? അതൊരു ചോദ്യമാണല്ലേ. ഈ ലോകത്തിൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേദപുസ്തകത്തിൽ നമ്മൾ പലയിടത്തും അങ്ങനെ വായിക്കുന്നില്ലേ ഈ ലോകത്തിൻ്റെ ദൈവമെന്ന്? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഗ്രീക്കിലൊക്കെ അതിന് എയോൺ എന്നൊരു പദമൊക്കെ, അതായത് ഈ ഗോഡ് എന്നുള്ള, തെയോസ് എന്നുള്ള ഒരു വാക്കല്ല ഉപയോഗിക്കുന്നത്, എയോൺ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭു, ഈ ലോകത്തിൽ അധീശത്വം പുലർത്തുന്ന, ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന, ഈ ലോകത്തിൻ്റെ ഗതിവിഗതികളെ കരങ്ങളിലെടുത്തിരിക്കുന്ന പ്രഭു എന്നുള്ള അർത്ഥമാണ് എയോൺ, പ്രഭു. അപ്പോൾ ഈ ലോകത്തിൻ്റെ ദൈവം എന്നൊരു വാക്ക് നമ്മളവിടെ മൊണോത്തീസ്റ്റിക് ഗോഡ്, നമ്മുടെ ഏകദൈവം, ആ ദൈവം ഈ ലോകത്തിൻ്റെ ദൈവം എന്നാണോ അവിടെ എഴുതിയേക്കുന്നത്? അങ്ങനെയല്ല. ദൈവം തന്നെയാണ് ഈ ലോകത്തിൻ്റെ ദൈവം, അത് വേറെ. എന്നാൽ ഈ ലോകത്തിൽ അധികാരം തങ്ങളുടേതാണ് എന്ന്, തൻ്റേതാണ് എന്ന് അവകാശപ്പെടുന്ന ഒരുത്തനുണ്ട് അല്ലേ? കർത്താവിനോട് തന്നെ പറഞ്ഞില്ലേ, ഇതെല്ലാം എൻ്റേതാണ്, വീണ് നമസ്കരിച്ചാൽ നിനക്ക് തരാമെന്ന് പറഞ്ഞതല്ലേ? അങ്ങനെ ഒരുത്തനുണ്ട്, എയോൺ, പ്രഭു, ഈ ലോകത്തിൻ്റെ പ്രഭു എന്നുള്ള അർത്ഥമുള്ളൂ. അപ്പോൾ ഈ ലോകത്തിന് ദൈവം എന്ത് ചെയ്തു എന്നാണ് വായിക്കുന്നത്? ഈ ആകാശത്തിലെ നിങ്ങൾ ഈ ലോകത്തിൻ്റെ കാലഗതി അനുസരിച്ച് നടന്നു എന്നാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ദൈവം ഒരുക്കുന്ന കാലഗതികൾ നമ്മൾ 2 കൊരിന്ത്യർ 4:4 വായിക്കുന്ന ഒരു വാചകമുണ്ട്, ശ്രദ്ധിക്കണം. 2 കൊരിന്ത്യർ 4:4 നമ്മൾ വായിക്കുന്നത്, ക്രിസ്തുവിൻ്റെ സുവിശേഷം ശോഭിക്കാതിരിക്കത്തക്കവണ്ണം ഈ ലോകത്തിൻ്റെ പ്രഭു നമ്മുടെ കണ്ണിനെ കുരുടാക്കി കളയുന്നു എന്നാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷം നമ്മിൽ പ്രശോഭിക്കാതിരിക്കത്തക്കവണ്ണം ഈ ലോകത്തിൻ്റെ പ്രഭു നമ്മുടെ കണ്ണിനെ
കുരുടാക്കി കളയുന്നു. പല പ്രകാരത്തിൽ കണ്ണ് കുരുടായി പോകുന്നത് കൊണ്ട് സുവിശേഷത്തിൻ്റെ പ്രകാശം നമ്മിൽ പ്രകാശിക്കാതെ പോകുന്നു. ഇതൊരു പ്രശ്നമാണ്. സുവിശേഷത്തിൻ്റെ പ്രകാശം നമ്മിൽ പ്രകാശിക്കണം എന്നുണ്ടെങ്കിൽ നാം പ്രകാശിക്കത്തക്കവണ്ണം നിൽക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വി നീഡ് ടു കീപ്പ് അവർ പൊസിഷൻ. നമ്മുടെ പൊസിഷൻ കീപ്പ് ചെയ്യണം. അവർ ഈസ് എ റിഫ്ലക്റ്റീവ് ലൈറ്റ്. അങ്ങനെയാണ്. കൊച്ചുനാളെന്നൊക്കെ ഈ വെയിലത്ത് നിന്ന് മുറിക്കകത്തിരിക്കുന്നവരുടെ കണ്ണിലേക്ക് പ്രതിഫലനം അടുപ്പിക്കുന്ന ഒരു കൊച്ചു വിക്രിയൊക്കെ ഉണ്ടായിരുന്നു. അത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റത്തുള്ളായിരുന്നു. അല്ലാതെ വേറെ വലിയ ഇതൊന്നും ചെയ്യാൻ പറ്റാഞ്ഞുകൊണ്ട് ഞാൻ ഈ കൊച്ചു കണ്ണാടിയൊക്കെ എടുത്ത് പിടിച്ച് ഈ വെയിലത്ത് പോയി നിന്ന് അകത്തോട്ട് ഇങ്ങനെ പ്രതിഫലനം അടിച്ച് പലരുടെയൊക്കെ മുഖത്തടിപ്പിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആ ഒരു കാലഘട്ടം ഞാൻ ഓർക്കുന്നു. എന്നാൽ എപ്പോഴും ഒന്നും ഞാൻ ആ കണ്ണാടി പിടിച്ചാൽ ഈ പ്രതിഫലനം കിട്ടത്തില്ല. അതിൻ്റെ കാരണം അതിൻ്റെ രശ്മി വീഴുന്നിടത്ത് വേണം. അങ്ങനെ അതിൻ്റെ പൊസിഷൻ കീപ്പ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? കണ്ണാടി പിടിച്ചവരും പ്രതിഫലനം കാണിച്ചവരും ഒക്കെ ഇപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഈ കണ്ണാടി പിടിച്ച് പ്രതിഫലനം കാണിക്കണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ബി ഇൻ പൊസിഷൻ. നമ്മൾ പൊസിഷനിലായിരിക്കണം ഇൻ ഓർഡർ ടു റിഫ്ലക്റ്റ് ദ ലൈറ്റ്. ദൈവസ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവർ നമ്മൾ എവിടെയാണ്? ആർ വി ഇൻ പൊസിഷൻ ദാറ്റ് വി വിൽ റിഫ്ലക്റ്റ് ദ ഡിവൈൻ ലൈറ്റ്? ആ ദൈവത്തിൻ്റെ പ്രകാശം നമുക്ക് പ്രകാശിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരുപാട് ട്രെൻഡ് സെറ്റേഴ്സ് ഉണ്ട് ഈ കാലഘട്ടത്തിൽ. നമുക്കറിയാം, അല്ലേ? ഒരുപാട് ട്രെൻഡ് സെറ്റേഴ്സ് ഉണ്ട്. ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്ത് ഈ അനിയത്തിപ്രാവ് എന്നൊരു സിനിമ ഇറങ്ങിയ കാലമായിരുന്നു. ആ കാലഘട്ടത്തിൽ കുഞ്ചാക്കോ ബോബനൊരു ട്രെൻഡ് സെറ്ററായിരുന്നു. പിള്ളേരെല്ലാം ആ ട്രെൻഡിൻ്റെ പുറകെ പോയി. ഒരു കാലത്ത് ഈ ഒരു തരം ചുമന്ന ബൈക്ക് വളരെ ഹരമായിരുന്നു പിള്ളേരുടെ. അത് ട്രെൻഡാണ്. മമ്മൂട്ടി ഷർട്ടെന്നും പറഞ്ഞൊരു ചെറിയ ഷർട്ട് ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അത് ഉള്ള ചെറുപ്പക്കാരെല്ലാം, പ്രത്യേകിച്ച് മസിലൊക്കെ ഉള്ളവരതൊക്കെ ഇട്ടിങ്ങനെ പെരുപ്പിച്ച് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രെൻഡാണ്, ട്രെൻഡ് സെറ്റിംഗ് ആണ്, അല്ലേ? അപ്പോൾ ട്രെൻഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മണി, മാർക്കറ്റ്, മീഡിയ, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ട്രെൻഡ് സെറ്റേഴ്സ് ഉണ്ട്. നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. എന്നാലും ഇന്ന് ഞാനൊന്ന് പറയേണ്ടത് വളരെ ആവശ്യമാണ്. മണി, മാർക്കറ്റ്, മീഡിയ തുടങ്ങിയ ട്രെൻഡ് സെറ്റേഴ്സ് ഉണ്ട്. എന്തിനു പറയുന്നു? കുടുംബ പ്രാർത്ഥനയുടെ സമയം പോലും മീഡിയയുടെ സമയം അനുസരിച്ച് മാറ്റിയവരൊക്കെ ഇതിനകത്ത് തന്നെ ഇരിപ്പുണ്ട്, ഉണ്ടാവാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് രാത്രി കറണ്ട് പോകുമ്പോൾ കുടുംബ പ്രാർത്ഥന നടത്താം എന്ന് വിചാരിച്ചിരുന്നവരൊക്കെ ഉണ്ട്. അപ്പം മുഖം നോക്കാതെ പ്രാർത്ഥിക്കാമല്ലോ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഈ ട്രെൻഡ് സെറ്റേഴ്സ് ഉണ്ട്. നമ്മളെയൊക്കെ വല്ലാതെ സ്വാധീനിച്ച് കളയുന്ന ട്രെൻഡ് സെറ്റേഴ്സ് എങ്ങനെയുണ്ട് എന്നുള്ളത് ഓർക്കണം. അപ്പോൾ ഞാൻ പറയുന്ന ഈ ട്രെൻഡെല്ലാം തന്നെ ഇന്ന് ഈ മനുഷ്യൻ്റെ അന്തസ്സ് എന്ന് പറയുന്നത് പൊസഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചിന്തിച്ചു പോകുന്ന മെറ്റീരിയലിസത്തിൻ്റെ വല്ലാത്ത അപകാരമുള്ള, അതിൻ്റെ കടന്നുകയറ്റമുള്ള ഒരു കാലഘട്ടം മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഒരു മനുഷ്യനെ മാനിക്കുന്നത് നോട്ട് ബിക്കോസ് വാട്ട് ഹി ഈസ് ബട്ട് ബിക്കോസ് വാട്ട് ഹി ഹാസ്. അവൻ എന്തുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ, വാട്ട് ഹി പൊസസ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഹ്യൂമൻ ഡിഗ്നിറ്റി നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് അവസ്ഥകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നും നമ്മൾ വർത്തമാന പത്രങ്ങളിലൊക്കെ വായിക്കുന്ന വാർത്തകളൊക്കെ അതുമായി ചേർത്ത് വെക്കുന്നതാണ്. പിന്നെ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ട്രെൻഡുകളെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മുടെ ജീവിതത്തെ ഇന്ന് സ്വാധീനിച്ചിരിക്കുന്ന ട്രെൻഡ് ഏതാണ്? ടു വാട്ട് ട്രെൻഡ് വി ആർ വിക്ടിമൈസ്ഡ്? നമ്മളേതിനേലും വിക്ടിമൈസ്ഡ് ആണോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഇൻട്രോസ്പെക്ഷൻ നമുക്ക് തന്നെ ഒന്ന് പരിശോധിക്കാനൊക്കെയുള്ള ഒരു ദൈവകൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ അവിടെ അതാണ് ഈ ലോകത്തിൻ്റെ പ്രഭു. പിന്നെ നമ്മൾ വായിക്കുന്നത് ആകാശത്തിലെ അധികാരത്തിനും പിന്നെ അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ അധിപതിയുമായവനെ അനുസരിച്ച് നടന്നു എന്നുള്ളതാണ്. അതാണ് പ്രീ കൺവേർഷൻ ഡേയ്സിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് മാനസാന്തരത്തിന് മുമ്പ് നിങ്ങൾ ഇങ്ങനെ ആയിരുന്നു എന്നാണ് പറയുക. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. എന്താണ് ഈ ആകാശത്തിലെ അധികാരി, അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ്? ഞാൻ ഓർമ്മിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഈ വചനമൊക്കെ എഴുതിയിരിക്കുന്നതിൻ്റെ
ഒരു കാലഘട്ടത്തിൻ്റെ നിലവിലുണ്ടായിരുന്ന കോസ്മോളജിയും നിലവിലുണ്ടായിരുന്ന മിത്തുകളുമൊക്കെ തീർച്ചയായിട്ടും ഇതിനകത്ത് പ്രതിഫലിച്ചിട്ടുണ്ട്. ഈ വചനത്തിൻ്റെ വാക്കുകളിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. നമ്മുടെ ആരാധനകളിൽ പോലും അതുണ്ട്. നമ്മുടെ ആരാധന വാക്കുകളിൽ പോലും നമുക്ക് അത് കാണാം. പ്രിയപ്പെട്ടവരെ, ആകാശത്തിൻ്റെ അധികാരി എന്ന് പറഞ്ഞാൽ ഈ ആകാശം എന്ന് പറയുന്നത് ചില ശക്തികൾ വ്യാപരിക്കുന്ന ഇടമാണ് എന്ന് വിശ്വസിക്കുകയാണ്. ഞങ്ങൾ ചുങ്കത്തറയിൽ താമസിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ പാർത്തിരുന്നത് ചുങ്കത്തറ പള്ളിയുടെ പുറകിലുള്ള കളക്കുന്നെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ മുസ്ലിങ്ങളും പിന്നെ ഈ ഗോത്രവർഗ്ഗക്കാരും ഒക്കെയാണ് കൂടുതലും, ഗോത്രവംശജരായിട്ടുള്ള ചില ആളുകളുമാണ് ഞങ്ങളുടെ അയൽവക്കത്തായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരത്തെ എൻ്റെ അയൽവക്കത്തുകാരനായ സഹോദരൻ, മുസ്ലിം സഹോദരൻ സേലം കാക്ക എന്ന് ഞങ്ങൾ വളരെ താല്പര്യത്തോടെ വിളിക്കുന്ന കാക്ക, അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ നിങ്ങളുടെ പെണ്ണുങ്ങളോട് പറയണം. എനിക്കൊരു പെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ അവരൊരു ഒരു ബഹുവചനത്തിലാണ് എപ്പോഴും ഒരു നിങ്ങളുടെ പെണ്ണുങ്ങളോട് പറയണം എന്നുള്ളത് എൻ്റെ ഭാര്യയെ ബഹുമാനിച്ചു കൊണ്ടുള്ളൊരു പദമാണ് പെണ്ണുങ്ങൾ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ പെണ്ണുങ്ങളോട് പറയണം മുറ്റത്തിറങ്ങുമ്പോൾ തലേ തുണി ഇട്ടുകൊണ്ടിറങ്ങാൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ മുറ്റത്തിറങ്ങും, ഞാൻ കേട്ടിട്ട് പള്ളി പോകുമ്പം തലേ തുണി ഇടണമെന്ന് അച്ഛന്മാരൊക്കെ പറയുന്നു. അല്ലെങ്കിൽ മുറ്റത്തിറങ്ങുമ്പം തലേ തുണി ഇടുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ അന്തരീക്ഷത്തിൽ ഒരുപാട് മലക്കുകളും ജിന്നുകളും ഒക്കെ ഇങ്ങനെയുണ്ട്. അപ്പം അവരുടെ നോട്ടം വീഴാതിരിക്കാനാണ്. അവരുടെ നോട്ടം വീണാൽ നമുക്ക് കുഴപ്പമാണ്. അതുകൊണ്ട് അവരുടെ നോട്ടം ഏശാതിരിക്കാൻ വേണ്ടി തലയിൽ ഈ തട്ടമിട്ടിറങ്ങണം. അതാണ് തട്ടമിട്ടിറങ്ങണം എന്നാണ്. അപ്പം അങ്ങനെ അതിട്ടിറങ്ങുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്കിവാത പിടിച്ചെന്നിരിക്കും, വേറെ ഗ്രഹണി പിടിച്ചെന്നിരിക്കും, പിന്നെ ഇയാൾക്ക് ആശുപത്രി പോകാനേ സമയം കാണത്തുള്ളൂ എന്നൊക്കെ അയാൾ എന്നോട് പറയുകയാണ്. അപ്പോൾ ആ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ നിലവിലിരുന്ന ഒരു ചിന്താധാരയിൽ ഈ ആകാശത്തിൽ ഇങ്ങനെയുള്ള ഈ അരൂപികളൊക്കെ ധാരാളം ഉണ്ട് എന്നുള്ള ഒരു കോസ്മോളജി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവർ, ഈ നമ്മൾ ഈ എഫ് എസ് ലേഖനത്തിൽ തന്നെ താഴോട്ട് ഇനി ഒരു ദിവസം ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സ്പിരിച്വൽ ആർമർ അല്ലേ, ആത്മീയ ആയുധങ്ങളെക്കുറിച്ചൊക്കെ പറയുക. അപ്പം ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കവണ്ണമുള്ള വിശ്വാസത്തിൻ്റെ പരിച നിങ്ങൾ ധരിക്കണം എന്നുള്ളതിൻ്റെ ഡാർട്ട് എന്നാണ്. ഡാർട്ട്, ഈ ഫയറി ഡാർട്ട്സ്, അത് വന്ന് പതിക്കാതിരിക്കാൻ വേണ്ടി ഷീൽഡ് വേണം. അത് വിശ്വാസത്തിൻ്റെ ഷീൽഡായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അവിടെ. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പറയാം. എന്നാൽ ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഇതാണ്. അതായത് ബിയോണ്ട് അവർ ഗ്രിപ്പ്, ബിയോണ്ട് ദ ഹ്യൂമൻ ഗ്രിപ്പ്, മനുഷ്യന് പിടിച്ചു പറ്റാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തുള്ള ചില മേഖലകളിൽ there are certain things which may be harmful to you, which may be harmful to us. നമുക്ക് ഹാംഫുൾ ആകാവുന്ന ചില കാര്യങ്ങൾ ഇതിന് പുറത്തുണ്ട് എന്നുള്ളതാണ്. എന്നിട്ടാണ് പറയുന്നത് ഇവിടെ ആ അധികാരത്തിന് നിങ്ങൾ വശംവദരായിരുന്നു എന്നാണ്. അതിനെയൊക്കെ പേടിച്ച് യു വേർ സംഹൗ യു വേർ അണ്ടർ ദാറ്റ്, അതിൻ്റെ അടിയിലായിരുന്നു. അപ്പോൾ അവിടെയാണ് ആകാശത്തിലുള്ള ഞങ്ങളുടെ ബാവ എന്നുള്ള പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന. അപ്പോൾ നമുക്കൊരു ബാവ, നമുക്കൊരു സ്വർഗസ്ഥ പിതാവ് ആകാശത്തിലുണ്ട് എന്നും അവിടെയും നമ്മെ സംരക്ഷിക്കുന്ന, സകലത്തെയും നിയന്ത്രണത്തിൽ വെക്കുന്ന പിതാവാം ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെന്നൊക്കെയുള്ള ഒരു വലിയ പ്രത്യാശ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് അതിലല്ലാതെ വേറെ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. എന്നാൽ ഞാൻ അവിടെ അത് അവസാനിപ്പിക്കുകയാണ്. വി ഹാവ് എ പ്രൊട്ടക്റ്റർ ഈവൻ ഇൻ ദ എയർ. ഈ ആകാശത്തിൽ പോലും നമുക്കൊരു പ്രൊട്ടക്റ്ററുണ്ട് എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ. അപ്പോൾ യു വേർ സബ്സർവിയൻറ്റ് ടു ദോസ് പവേഴ്സ്. ആ പവേഴ്സിന് നിങ്ങൾ അടിമകളായിരുന്നു ഇൻ യുവർ പ്രീ കൺവേർഷൻ ഡേയ്സ് എന്നാണ്. പിന്നെ ഒന്നുകൂടെ പറഞ്ഞു, ജഡത്തിനും മനോവികാരങ്ങൾക്കും അനുസരിച്ച് നടന്നു. ജഡത്തിനും മനോവികാരങ്ങൾക്കും അനുസരിച്ച് നടന്നു എന്നുള്ളതായിരുന്നു പ്രീ കൺവേർഷൻ ഡേയ്സിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. എന്താണ് ജഡം എന്ന് പറഞ്ഞാൽ? ശരീരമാണോ? എനിക്ക് ശരീരത്തെയും ജഡത്തെയും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ശരീരം ജഡമായി മാറിപ്പോകുന്ന അവസ്ഥയാണ് നമ്മുടെ തകർച്ച.
വേദപുസ്തകം ഒരിക്കലും, ഞാൻ ഇനിയും പറയാം അതിനെക്കുറിച്ച്, ശരീരത്തെ മലിനമായി കാണുന്നില്ല. ബോഡി തിയോളജി ഡിഫറൻ്റാണ്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ശരീരത്തെക്കുറിച്ചുള്ള ചിന്ത ഡിഫറൻ്റാണ്. എന്നാൽ ദാറ്റ് ക്യാൻ ഈസിലി ബിക്കം ഫ്ലഷ്. അത് വളരെ പെട്ടെന്ന് ജഡമായിട്ട് മാറിപ്പോകാം എന്നുള്ള ഒരവസ്ഥയുണ്ട്. അപ്പോൾ ജഡത്തെ അനുസരിച്ച് ജഡാഭിലാഷം ആത്മാഭിലാഷത്തിന് വിരുദ്ധമായിരിക്കുന്നു, ജഡാഭിലാഷവും ആത്മാഭിലാഷവും തമ്മിലൊരു പോരാട്ടമുണ്ട് എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ ജഡാഭിലാഷം ശരീരത്തെ നിയന്ത്രിച്ച് കളയുന്ന ഒരവസ്ഥ വരാം. മനോവികാരങ്ങൾക്കനുസരിച്ച് നടക്കുന്നു, ശരീരം ജഡമായി തീരുന്നു, മല്ലന്മാർ സൃഷ്ടിക്കപ്പെടുന്നു. മല്ലന്മാർ, നെഫലീം, ജയൻസ്, മല്ലന്മാർ സൃഷ്ടിക്കപ്പെടുകയാണ്. എന്താണ് ഈ മല്ലന്മാർ? നമുക്കറിയാവുന്നതുപോലെ ഗോലിയാത്ത് ഒരു മല്ലനായിരുന്നു. ഗോലിയാത്ത് എന്ന മല്ലൻ ദാവീദ് എന്ന ബാലനെ അല്ല, പിന്നെ ഇസ്രായേലിനെ മൊത്തം വെല്ലുവിളിച്ചു. അങ്ങനെയാണ്. അപ്പോൾ ഈ മല്ലന്മാരുടെ ആവിർഭാവമാണ്, ജയൻസിൻ്റെ ആവിർഭാവമാണ്. മാക്സ് ലുക്കാഡയുടെ ഒരു പുസ്തകമുണ്ട്, പഴയ ഒരു പുസ്തകമാണ്. അദ്ദേഹം കില്ലിങ് യുവർ ജയൻസ് എന്നാണ് ആ പുസ്തകത്തിന് പേരിട്ടേക്കുന്നത്. കില്ലിങ് യുവർ ജയൻസ്, നിങ്ങളുടെ മല്ലന്മാരെ തോൽപ്പിക്കണമെന്നാണ്. അപ്പോൾ ഗോലിയാത്ത് എന്ന ഒരു മല്ലനെ ദാവീദ് തോൽപ്പിച്ചിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ദാവീദിനെ തോൽപ്പിച്ച ഒരു മല്ലൻ ജഡരൂപത്തിൽ വന്നു. അതാണ് ദാവീദ് മാളിക മുകളിൽ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ താഴെ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടപ്പോൾ അവളോട് പ്രേമം തോന്നിയത്, അല്ലേ? അപ്പോൾ അതാണ് അദ്ദേഹം ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്, കില്ലിങ് യുവർ ജയൻസ്. അപ്പോൾ നമ്മുടെ ഈ ശരീരത്തെ ജഡമാക്കി തീർക്കുന്ന മല്ലത്വത്തിൻ്റെ പ്രവണതകൾ എങ്ങനെയാണ്? ഇമ്പൾസീവായി ഫിസിക്കൽ സ്ട്രെങ്ത്, ശാരീരിക ബലത്തിൻ്റെ വിജയം, മല്ലന്മാർ. അപ്പോൾ ഈ മല്ലത്വത്തിൽ നിന്നായിരുന്നു, അതിൻ്റെ അടിമകളായിരുന്നു നിങ്ങൾ എന്നുള്ളതാണ് പ്രീ കൺവേർഷൻ ഡേയ്സിലുള്ള ഒരു പ്രത്യേകത. ഇത് നമ്മളിങ്ങനെ അങ്ങ് പറഞ്ഞു പോവാം, നിങ്ങൾക്കെല്ലാം ഇത് ഉൾക്കൊള്ളാനും എൻ്റെ കൂടെ യാത്ര ചെയ്യാനും സാധിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിചാരം. ദീസ് വെർ ദി എക്സ്പീരിയൻസസ് ഓഫ് യുവർ പ്രീ കൺവേർഷൻ ഡേയ്സ്. നിങ്ങളുടെ മാനസാന്തര പൂർവ്വ ദിവസങ്ങളിലുള്ള അനുഭവം ഇങ്ങനെയായിരുന്നു എന്ന എഫേസ്യ ലേഖനത്തിൽ നമ്മൾ ഇന്ന് വായിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ വചനം ഒരു നിലക്കണ്ണാടിയായി നമ്മുടെ മുമ്പിൽ പിടിച്ചു തരുമ്പോൾ നമ്മൾ കാണുന്ന റിഫ്ലക്ഷനിൽ എന്തുണ്ട് എന്നുള്ളതാണ്. ഇഫ് ഇറ്റ് ഇസ് എ മിറർ ബിഫോർ us, and what is the reflection we see? Are we in pre-conversion days? നമ്മളിങ്ങനെ പ്രീ കൺവേർഷൻ ഡേയ്സിലാണോ എന്നുള്ള ഒരു ധ്യാനം ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് എന്നാണ് എൻ്റെ വിചാരം. അങ്ങനെ ആണെങ്കിൽ അതിനകത്തൊരു അപകടമുണ്ട് എന്ന് തന്നെയാണല്ലോ ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ പ്രീ കൺവേർഷൻ ഡേയ്സിലെ മാനസാന്തര പൂർവ്വ ദിനങ്ങളിലെ ഇവിടെ പറഞ്ഞ 4 കാര്യങ്ങൾ, ആ 4 കാര്യങ്ങൾ ഇന്നും യാഥാർത്ഥ്യമായി വന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഈ പ്രീ കൺവേർഷൻ ഡേയ്സിൽ തന്നെയാണ് മനുഷ്യരായിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത നമുക്കവിടെ ലഭിക്കുന്നുണ്ട്. അവിടെ ഒന്നാമത്തെ ഭാഗം. 2, അവിടെയാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഈ സുവിശേഷമാകുന്നത് കുറേയേറെ ഒത്തിരി വിമർശനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കൊണ്ടല്ല, നമ്മുടെ ഒരു കണ്ടീഷൻ വളരെ മോശമാണ് എന്ന് പറഞ്ഞു വെച്ച് അവസാനിപ്പിക്കുന്നതിലല്ല. പിന്നെ ഗോസ്പൽ ഈസ് ഗോസ്പൽ ആൻഡ് ഇറ്റ് ഈസ് ഗുഡ് ന്യൂസ്. അത് സുവാർത്തയാണ്. അത് സുവാർത്തയാകുന്നത് എപ്പോഴാണ്? എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ അനുഭവമാകുമ്പോഴാണ്. ഐ എം എക്സ്പീരിയൻസിങ് ഹിം. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അത് വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഉയർപ്പിച്ചു എന്നാണ്. അപ്പോൾ ഞാനിന്ന് ഈ 2ാമത്തെ ഭാഗത്തിന്, സെക്കൻഡ് പാർട്ടിന് കൊടുക്കുന്നത് ഉയർപ്പിൻ്റെ ശക്തി എന്നുള്ളൊരു ചിന്തയാണ്. ദ പവർ ഓഫ് റിസറക്ഷൻ, ദ പവർ ഓഫ് റിസറക്ഷൻ വിച്ച് വി എക്സ്പീരിയൻസസ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പവർ ഓഫ് റിസറക്ഷൻ, ഉയർപ്പിൻ്റെ ശക്തി എന്നതാണ്. നമ്മൾ വായിച്ച്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു എന്നാണ്. ഉയർപ്പിക്കും എന്നല്ല, ഉയർപ്പിച്ചു എന്നാണ്. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ 7ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒന്നുകൂടെ വായിക്കുന്നുണ്ട്, സ്വർഗത്തിൽ ഇരുത്തി. സ്വർഗത്തിൽ
ഇരുത്തി എന്നും വായിക്കുന്നു. അപ്പോൾ ഈ റിസറക്ഷൻ, പുനരുത്ഥാനം സംഭവിച്ചു, പിന്നെ സ്വർഗവും നമുക്ക് അനുഭവമാകുന്നു എന്നുള്ള ഒരു ചിന്തയാണ്. എക്സിസ്റ്റൻഷ്യൽ റിസറക്ഷൻ, റിസറക്ഷൻ എക്സിസ്റ്റൻഷ്യൽ എന്ന് ബോൾട്ട്മാൻ പറഞ്ഞിട്ടുണ്ട്. റുഡോൾഫ് ബോൾട്ട്മാൻ്റെ ഒരു ചിന്തയാണ് ഈ റിസറക്ഷൻ എക്സിസ്റ്റൻഷ്യൽ എന്നുള്ളത്. റിസറക്ഷൻ എസ്കറ്റോളജിക്കലുണ്ട്. അതാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത്. കാലാന്ത്യത്തിലെ പുനരുദ്ധാനത്തിൽ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശയോടെ ഞങ്ങൾ ഈ ശരീരത്തെ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് നമുക്ക് വേണ്ടി പട്ടക്കാരൻ മണ്ണ് നുള്ളിയിട്ടുകൊണ്ട് വിളിച്ചു പറയുന്ന ഒരു സന്ദർഭം വരുന്നുണ്ട്. ഒടുവിലത്തെ ദിവസത്തെ പുനരുദ്ധാനത്തിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനാ പറയുന്നത് റിസറക്ഷൻ എസ്കറ്റോളജിക്കൽ, യുഗാന്ത്യത്തിൽ, കാലാന്ത്യത്തിൽ സംഭവിക്കുന്ന ഒരു പുനരുദ്ധാനം. അത് നമ്മൾ വിശ്വസിക്കുക. എന്നാൽ കാലാന്ത്യത്തിൽ സംഭവിക്കുന്ന ഒരു പുനരുദ്ധാനം മാത്രമല്ല, ആസ് എ ബാപ്റ്റിസ്മൽ കമ്മ്യൂണിറ്റി, നമ്മളൊരു മാമോദീസ സമൂഹം എന്നുള്ള നിലയിൽ വി ആർ എ റിസറക്ഷൻ കമ്മ്യൂണിറ്റി ഓൾസോ. നമ്മളൊരു മാമോദീസ സമൂഹം എന്നുള്ള നിലയിൽ നമ്മളൊരു പുനരുദ്ധാന സമൂഹമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ആസ് എ റിസറക്ഷൻ കമ്മ്യൂണിറ്റി, അതാണ് സ്നാനം, അല്ലേ? സ്നാനത്തിൻ്റെ അർത്ഥം എന്താ? സ്നാനത്തിൻ്റെ അർത്ഥം എന്താ? കർത്താവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ അവസ്ഥയാണല്ലേ? അതാണ് സ്നാനം എങ്കിൽ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും മരിച്ചവരും ഉയർത്തവരുമാണ്. മരിച്ചവരും ഉയർത്തവരുമായിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ജീവനിലാണ്. വി റിജോയ്സ് ഇൻ ദ ലൈഫ് ഓഫ് റിസറക്ഷൻ ആൻഡ് വി എക്സ്പീരിയൻസ് ദ ലൈഫ് ഓഫ് റിസറക്ഷൻ. പുനരുദ്ധാനത്തിൻ്റെ ജീവനെ നമ്മൾ അനുഭവിക്കുന്നവരാണ് എന്നുള്ള ഒരു വലിയ ചിന്ത നമ്മളെ ഭരിക്കണം. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ് ഈസ് നോട്ട് മിയർലി, ഇനി എങ്ങനെ പറയുന്നതാണ്, എക്സ്ക്ലൂസീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെന്ന് പറയരുത്. ഇറ്റ് ഈസ് നോട്ട് മിയർലി റിസറക്ഷൻ എസ്കറ്റോളജിക്കൽ, ബട്ട് ഇറ്റ് ഈസ് റിസറക്ഷൻ എക്സിസ്റ്റൻഷ്യൽ ഓൾസോ, അല്ലേ? ഇതാണ്. ഇതില്ലാതെ, ഈ റിസറക്ഷൻ എക്സിസ്റ്റൻഷ്യൽ ഇല്ലാതെ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു പുനരുദ്ധാനം ഇല്ലാതെ കാലാന്ത്യത്തിലെ പുനരുദ്ധാനത്തിന് എന്താണ് അർത്ഥം? കാലാന്ത്യത്തിലെ പുനരുദ്ധാനം കൊണ്ട് എന്താണ് പ്രയോജനം? ചിലർ നിത്യജീവനായും ചിലർ നിത്യ ന്യായവിധിക്കായിട്ടുമാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. അപ്പോൾ ആസ് ക്രിസ്ത്യൻസ്, ആസ് ബിലീവേഴ്സ്, ആസ് ഫെയ്ത്ത്ഫുൾസ്, we are to resurrect, and we are already resurrected, and we are to resurrect eschatologically for eternal life, അല്ലേ? നിത്യജീവന് വേണ്ടിയുള്ള പുനരുത്ഥാനമാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. വേദപുസ്തകത്തിൻ്റെ സ്പിരിച്വാലിറ്റി നമ്മെ പഠിപ്പിക്കുന്ന ആധ്യാത്മികത എന്നത് ഈ ശരീരം ആത്മാവ് എന്ന ഒരു ദ്വന്ദ്വത്തിൻ്റേതല്ല. അങ്ങനെ ഒരു ദ്വന്ദ്ഭാവം നമ്മുടെ ആധ്യാത്മികതയിൽ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ദർ ഇസ് നോട്ട് ഡ്യുവലിസം ദർ. എന്നാൽ സഭ വിശ്വസിക്കുന്നതും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നതും ശാരീരിക പുനരുത്ഥാനമാണ്, ബോഡിലി റിസറക്ഷനാണ്. ബോഡിലി റിസറക്ഷനാണ് അർത്ഥം. അല്ലാതെ ഈ ആത്മാവിൻ്റെ അമർത്യതയെക്കുറിച്ച് പറയുകയല്ല. അങ്ങനെ ഒരു ഫിലോസഫിയുണ്ട്. ആത്മാവ് അമർത്യമാകുമ്പോൾ നമ്മളെ കുറച്ചു കാലത്തേക്ക് മാത്രം കെട്ടിയിട്ടിരിക്കുന്ന, നമ്മെ ബന്ധിച്ചിട്ടിരിക്കുന്ന ഒരു കൂടാണ് നമ്മുടെ ശരീരമെന്നും ഒരു കേജാണെന്നും ആ കേജിനകത്തു നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കണം എന്നൊക്കെയുള്ള മോക്ഷചിന്തകൾ വല്ലാതെ ഭരിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് കുറച്ചുകൂടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിലിജ്യനാണ്. ക്രിസ്ത്യാനിറ്റി ഈസ് ദ മോസ്റ്റ് മെറ്റീരിയലിസ്റ്റിക് ഓഫ് ഓൾ റിലിജ്യൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ക്രിസ്ത്യാനിറ്റി ഈസ് ദ മോസ്റ്റ് മെറ്റീരിയലിസ്റ്റിക് ഓഫ് ഓൾ റിലിജ്യൻസ്. എല്ലാ മതങ്ങളെക്കാളും ഭൗതികാത്മകത വിശ്വസിക്കുന്ന, ഭൗതികാത്മകതയെ കാര്യമായി പരിഗണിക്കുന്ന ഒരു വിശ്വാസമാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് നമുക്ക് അത്തരത്തിൽ പറയാനായിട്ട് കഴിയും. കാരണം എൻ്റെ ശരീരമില്ലാതെ, എനിക്ക് ശരീരത്തിൻ്റെ വിശുദ്ധീകരണമില്ലാതെ എനിക്ക് ആത്മാവിന് മാത്രമായിട്ടുള്ള ഒരു മോചനമൊന്നും ഇല്ല എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ഹെവൻ നൗ എന്നൊക്കെ പറയുന്നത്. ഇപ്പോഴും ഉണ്ട് സ്വർഗം. ഇവിടുത്തേതിൻ്റെ ബാക്കിയാണ് സ്വർഗത്തിൻ്റെ കൾമിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ടു ബി വിത്ത് ദ ലോർഡ്, അല്ലേ? ജീവിച്ചാലും മരിച്ചാലും എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത്
ലാഭവുമാണ്. ടു ബി വിത്ത് ക്രൈസ്റ്റ്, അല്ലേ? ഞാൻ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഇഹലോക ജീവിതത്തിൻ്റെ സന്തോഷം. അതുകൊണ്ടാണ് എനിക്ക് മരിക്കുന്നത് ലാഭമാകുന്നത്. മരിക്കുന്നതാണ് ഞാൻ കർത്താവിനോട് കൂടെ ആണ് എന്നുള്ളത് എനിക്ക് ഇവിടെ ലഭിക്കുന്ന ഉറപ്പാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ രാവിലത്തെ ബൈബിൾ സ്റ്റഡിയിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ എനിക്ക് വളരെ പ്രിയപ്പെട്ടതും ഞാൻ എൻ്റെ ശക്തീകരണങ്ങളിലൊക്കെ പലപ്പോഴും പറയാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള വാക്യമാണ്. ഈ പന്തലിനകത്തു നിന്ന് രാവിലെ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. ഈ വാക്യം റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ എന്നോടൊപ്പം ഒരാരവം പോലെ ഈ പന്തലിനകത്തു നിന്ന് വിളിച്ചു പറയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സഹോദരന്മാരെ, ഞാൻ എൻ്റെ കൂടെ അങ്ങ് പറഞ്ഞാൽ മതി, എൻ്റെ പുറകെ വേണ്ട, എൻ്റെ കൂടെ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗങ്ങളായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഉണർവോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്നു കൊണ്ട് പറയാം, കർത്താവേ, നീ വസിക്കുവാനുള്ള മന്ദിരമാണ് എൻ്റെ ശരീരമെന്ന് അപ്പോസ്തലൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ? നിനക്ക് വസിക്കാനുള്ള മന്ദിരമാണ് എൻ്റെ ശരീരം. ഈ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. സോ ഐ ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് മൈ ബോഡി. എൻ്റെ ശരീരത്തെക്കുറിച്ച് എനിക്ക് വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട്. ഈ ശരീരത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കുവാനുള്ള കടപ്പാടിൽ ഞാൻ നിലനിൽക്കേണ്ടതുണ്ട് എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ്. ശരീരാവയവങ്ങളുടെ ശുദ്ധീകരണമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ആരും ഒരു സ്തോത്രം പറയുന്നില്ലല്ലോ. നമ്മുടെ ശരീരം അങ്ങ് സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നല്ലേ? അങ്ങനെയാണ് വേദോസ്തവം നമ്മോട് പറയുന്ന ശരീരം കൊണ്ടേ സ്വർഗത്തിൽ പോകത്തുള്ളൂ എന്നാണ്. ദൈവത്തിന് സ്തോത്രം. അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ മാമോദീസ മുക്കി ഇങ്ങോട്ട് കൊണ്ടുവന്ന് മൂറോൻ അഭിഷേകത്തിന് വേണ്ടി നിർത്തുമ്പോൾ, മൂറോൻ അഭിഷേകം ശരീരം ആസകലം പരിശുദ്ധാത്മാവിൻ്റെ പരിപൂർണ നൽവരത്തിൻ്റെ അടയാളമായി ഈ മൂറോൻ അഭിഷേകം ശരീരത്തിൻ്റെ അവയവങ്ങളിലെല്ലാം നടത്തുമ്പോൾ ഞാൻ ദൈവത്തിന് മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യാറുണ്ട്. അങ്ങനെ അഭിഷേകം ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയാറുണ്ട്. അത് മാതാപിതാക്കളോട് പറയാറുണ്ട്. അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, നൗ ദിസ് ബോഡി ഈസ് കോൺസിക്രേറ്റഡ് ഫോർ ദ ലോഡ്. ദൈവത്തിനു വേണ്ടി പ്രതിഷ്ഠിതമാവുകയാണ്. ആ പ്രതിഷ്ഠിതമായ ജീവിത ശൈലിയിൽ ഈ പൈതൽ വളർന്നു വരുവാനാണ് നമ്മുടെ താല്പര്യം. മാതാപിതാക്കൾ ആ പ്രതിഷ്ഠിത ശൈലിയിലുള്ളവരായതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ അങ്ങനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ താല്പര്യം. ദൈവത്തിന് സ്തോത്രം. അല്ലാതെ വളരെ ഇൻഡിവിജ്വലിസ്റ്റിക്കായിട്ട് വളരെ വൈയക്തികമായി നമ്മൾ വായിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ആരൊക്കെയോ പറഞ്ഞ് നമ്മളെ ധരിപ്പിച്ചിട്ടുള്ള ചില ധാരണകളല്ല. വി ആർ എ കവനൻറ്റ് കമ്മ്യൂണിറ്റി. നമ്മളൊരു ഉടമ്പടി സമൂഹമാണ്. ബിക്കോസ് വി ആർ എ കവനൻറ്റ് കമ്മ്യൂണിറ്റി, വി ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു ഇനിഷ്യേറ്റ് അവർ ചിൽഡ്രൻ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ആൻഡ് ദാറ്റ് ഇനിഷ്യേഷൻ ഈസ് ടു സാങ്ക്ടിഫിക്കേഷൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. മാർത്തമ്മക്കാർ എപ്പോഴാണ് ഈ സ്തോത്രം പറയുന്നതെന്നൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് നമ്മളൊരു ഹല്ലേലൂയ പറയുന്നത്, എപ്പോഴാണ് ഒരു പ്രൈസ് ദി ലോർഡ് പറയുന്നതെന്നൊക്കെ. നന്നായിട്ട് പറയണം പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ. അത് അകത്തുനിന്ന് വേണം പറയാൻ. എന്തിനാണ്? എൻ്റെ പൈതൃകത്തിനായി സ്തോത്രം. എനിക്ക് ദൈവം തമ്പുരാൻ തന്നിട്ടുള്ള പാരമ്പര്യത്തിനായി, എനിക്ക് ദൈവം തമ്പുരാൻ തന്നിട്ടുള്ള എന്നെ പഠിപ്പിച്ചിട്ടുള്ള സത്യങ്ങൾക്കായി സ്തോത്രം. ഇതിനകത്ത് ഞാൻ എൻ്റെ ജീവിതം മുതിർന്നു വരുന്നതിനനുസരണമായി എൻ്റെ ജീവിതവും എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ വിശ്വാസവും മുതിർന്നു വരും. വിശ്വാസം എപ്പോഴാണ് മുതിർന്നു വരുന്നത്? പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, തൻ്റെ നിര്യാണകാലം സമീപിക്കുമ്പോഴാണ് പറയുന്നത്, പിടിച്ചു കഴിഞ്ഞുവെന്ന് ഞാൻ നിരൂപിക്കുന്നില്ല, പിടിക്കാമോ എന്ന് വെച്ചാൽ മുമ്പോട്ട് ആയിരുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ലൈഫ് ഈസ് എ ജേർണി ദറ്റ് ബിഗിൻസ് ഫ്രം ക്രേഡിൽ ആൻഡ് ദാറ്റ് മേ കൾമിനേറ്റ് ഇൻ ദ ഗ്രേവ്. അങ്ങനെയാണ്, ഫ്രം ക്രേഡിൽ ടു ഗ്രേവ്, അല്ലേ? ഈ പിള്ളക്കച്ച മുതൽ ശിശുവിൻ്റെ ശിശു തൊട്ടി മുതൽ അങ്ങോട്ട് ശവക്കുഴി വരെ നീളുന്ന ഒരു വളർച്ചയാണ്. ദൈവത്തിന് സ്തോത്രം. പൂർണ്ണതയൊന്നും പ്രാപിച്ചിട്ട് എനിക്ക് മരിക്കാമെന്ന് എനിക്ക് വിചാരമില്ല, അങ്ങനെയല്ല. എന്നാൽ ആ പൂർണ്ണതയുടെ ഒരു പ്രക്രിയയിൽ ഞാൻ ആയിരിക്കുന്നു എന്നുള്ളതാണ്
എനിക്ക് ദൈവസന്നിധിയിലുള്ള നന്ദി, സ്തോത്രം. കർത്താവെ, ആ ഒരു പ്രക്രിയയിലായിരിക്കാനുള്ള ദൈവകൃപ എനിക്ക് തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് സ്തോത്രം. ഇന്ന് ഈ ബൈബിൾ ക്ലാസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം തന്നെ ആ ഒരു പ്രക്രിയയുടെ ഉടമസ്ഥരാണ്, അതിൻ്റെ അവകാശികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എൻ്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമാക്കി സമർപ്പിച്ച് നിൻ്റെ സന്നിധിയിൽ അനുഗ്രഹീതമായി വളരുവാൻ, മുതിരുവാൻ, ഉയർപ്പിൻ്റെ ശക്തി ദൈവത്തിൻ്റെ ഭവനത്തിൻ്റെ അനുഭവമാണ്. ദൈവഭവനത്തിൻ്റെ അനുഭവമാണ് ഉയർപ്പിൻ്റെ ശക്തി. ആ ശക്തിയിൽ നിലനിൽക്കുവാൻ ദൈവം എന്നെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. 2 വീണ്ടും വായിക്കുകയാണ്. വരും കാലങ്ങളിൽ, അത് ഈ ഭാഗത്ത് തന്നെയുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. വരും കാലങ്ങളിൽ കൃപയുടെ അത്യന്ത ധനത്തെ കാണിക്കേണ്ടതിന്, സ്റ്റേറ്റ്മെൻറ്റാ, വരും കാലങ്ങളിൽ കൃപയുടെ അത്യന്ത ധനത്തെ പ്രകടമാക്കേണ്ടതിന് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ചിന്തയാണ്. വരും കാലങ്ങളിൽ കൃപാധനം പ്രകടമാക്കുക. പ്രിയപ്പെട്ടവരെ, കൃപാധനം പ്രകടമാക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കൃപ എന്നാൽ അൺമെറിറ്റഡ് ഫേവറാണ്. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. കൃപ എന്നത് അൺമെറിറ്റഡ് ഫേവറാണ്. ദൈവം നമുക്ക് തന്നിട്ടുള്ള അൺമെറിറ്റഡ് ഫേവർ. ആ അൺമെറിറ്റഡ് ഫേവറിനെ അനുഭവിക്കുന്നവരെന്നുള്ള നിലയിൽ വരും കാലങ്ങളിൽ അതിനെ കൂടുതൽ പ്രകടമാക്കുവാനായി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, വരും കൃപാധനത്തെ പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് നമ്മുടെ വിളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരുപാട് കൃപ കാണിക്കേണ്ട മേഖലകൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഉണ്ടോ? കൃപ കാണിക്കേണ്ട മേഖലകളുണ്ടോ? ഉണ്ട് പ്രിയപ്പെട്ടവരെ. അത് നമ്മളൊന്ന് ധ്യാനിച്ചോ? കൃപ കാണിക്കേണ്ട മേഖലകൾ. എൻ്റെ വീട്ടിൽ ഞാൻ കൃപ കാണിക്കേണ്ട മേഖലകളുണ്ടല്ലേ. എൻ്റെ ഭാര്യയോട്, എൻ്റെ കുഞ്ഞുങ്ങളോട്, എൻ്റെ ജീവിതത്തോട് ദൈനംദിനം ഇടപെടുന്നവരോട്, ഇല്ലേ, ഒരു പട്ടക്കാരൻ എന്നുള്ള നിലയിൽ എന്നോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരോട്, എൻ്റെ ജീവിതവുമായി ഇൻ്ററാക്ട് ചെയ്യുന്നവരോട് കൃപ കാണിക്കുവാനുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്ന്. വരും കാലങ്ങളിൽ കൃപയുടെ അത്യന്ത ധനത്തെ പ്രകടമാക്കേണ്ടതിനാണ് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്രകാരമുള്ള ഒരു കൃപാധനം പ്രകടമാക്കുവാൻ ദൈവത്തിന് സ്തോത്രം. അൺമെഡിറ്റേറ്റഡ്, നോട്ട് പ്രീമെഡിറ്റേറ്റഡ് എന്നാ, പ്രീമെഡിറ്റേറ്റഡ് അല്ലാത്ത ഗുഡ് വർക്ക്സ്, നന്മ പ്രവൃത്തികൾ ചെയ്യാനും. എന്താ ഈ അൺമെഡിറ്റേറ്റഡ് ഗുഡ് വർക്ക്സ് എന്ന് പറഞ്ഞാൽ? നോട്ട് പ്രീമെഡിറ്റേറ്റഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ദൈവത്തിന് സ്തോത്രം. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അല്ലേ, ചാപ്റ്റർ 25 ഓഫ് മാത്യൂസ് ഗോസ്പൽ, വി റീഡ് ഒരു അന്ത്യന്യായവിധിയെക്കുറിച്ച് വായിക്കാം. അന്ത്യന്യായവിധി എപ്പോഴും നമ്മുടെ മധ്യത്തിലുണ്ടെന്നാണ് എൻ്റെ വിചാരം. പ്രിയപ്പെട്ടവരെ, ആ ന്യായവിധി വരുമ്പോൾ കർത്താവ് പറയുന്നു വലതുഭാഗം ഇടതുഭാഗം എന്നൊക്കെ തീർത്തിട്ട് നമ്മൾ വലത്താണോ ഇടത്താണോ, ഇതൊന്നും അല്ല അതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം. അതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, കർത്താവെ നിന്നെ ഞങ്ങൾ എപ്പോൾ അങ്ങനെ കണ്ടു എന്നൊരു ചോദ്യമുണ്ടല്ലേ. അപ്പോൾ പറയുകയാണ്, ഈ എളിവിൽ ഒരുവന് ചെയ്തതൊക്കെ എനിക്കാണ് ചെയ്തത്. Whenever you came across such situations in life, if you could നിനക്കത് ചെയ്യാൻ സാധിച്ചുവെങ്കിൽ അത് റിഫ്ലെക്സ് ആക്ഷനാണ്. എന്താ റിഫ്ലെക്സ് ആക്ഷൻ? അൺമെഡിറ്റേറ്റഡ് ആണ്, നോട്ട് പ്രീമെഡിറ്റേറ്റഡ്. റിഫ്ലെക്സ് ആക്ഷനൊക്കെ അങ്ങനെയല്ലേ വരുന്നത്? അങ്ങനെയല്ലേ? ഈ ഡ്രൈവിംഗ് ഒക്കെ റിഫ്ലെക്സ് ആക്ഷൻ ആവണ്ടേ? സ്പോണ്ടേനിറ്റി വേണ്ടേ? നമുക്ക് ഗിയർ മാറണമെങ്കിൽ, ഹോൺ അടിക്കണമെങ്കിൽ, ഇൻഡിക്കേറ്റർ ഇടണമെങ്കിൽ അത് അടുത്തിരിക്കുന്ന ഭാര്യ പറഞ്ഞു തരുമ്പം വേണോ ഇതൊക്കെ ചെയ്യാൻ? എടോ ഇൻഡിക്കേറ്റർ ഇടടോ എന്ന് പറയുമ്പോഴാണോ ഇൻഡിക്കേറ്റർ ഇടേണ്ടേ? അല്ലല്ലോ. ഇൻഡിക്കേറ്റർ ഇടുന്ന സ്വാഭാവികമായിട്ടാണ്, ഗിയർ ഡൗൺ ചെയ്യുന്നതൊക്കെ സ്വാഭാവികമായിട്ടാണ്. അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ അങ്ങനെ ആകാത്തിടത്തോളം കാലം ഈ ഡ്രൈവിംഗ് ഒരു ഭാരമായിട്ട് വരും, ഒരു ബേർഡനായിട്ട് വരും. അങ്ങനെയാണോ? അങ്ങനെയാണ്. അതായത് അൺലെസ് ആൻഡ് അൺടിൽ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ ഒരാളിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ കൂടെ കൊണ്ടുപോയപ്പോൾ
അല്ല, ഞാനങ്ങനെ ആശാനൊന്നുമല്ല, എന്നാലും ഇപ്പുറത്തിരുന്ന് ആളിനോടിങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഞാനൊരു ഇറക്കം ഇറങ്ങി ഒരു 4 കൂടുന്ന ജംഗ്ഷനിൽ വണ്ടി ഇടത്തോട്ട് തിരിയണമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നത് സ്ലോ ഡൗൺ ചെയ്യണം, ഗിയർ ഡൗൺ ചെയ്യണം, ഇൻഡിക്കേറ്റർ ഇടണം, ഹോൺ അടിക്കണം, ഇടത്തോട്ട് തിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ പുള്ളി ചോദിക്കുക ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണമെന്ന്. ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ദാറ്റ് ഹാസ് നോട്ട് ബിക്കം റിഫ്ലെക്സ്, അത് റിഫ്ലെക്സ് ആക്ഷൻ ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, വരും കാലങ്ങളിലെ കൃപാദാനത്തിൻ്റെ പ്രകടമാക്കൽ എന്ന് പറയുന്നത് സ്വാഭാവികമായി വരുന്നതാണ്. ഇറ്റ് ഈസ് നോട്ട് പ്രീമെഡിറ്റേറ്റഡ്. പ്രിയപ്പെട്ടവരെ, സൽപ്രവൃത്തികൾക്കായിട്ട് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതാണ് 10-ാം വാക്യത്തിൽ വായിക്കുന്നത്, സൽപ്രവൃത്തികൾക്കായി ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ആ സൽപ്രവൃത്തികളുടെ ഓഹരിക്കാരായി തീരുവാൻ ദൈവം കൃപ ചെയ്യണം. അതാണ് വേദപുസ്തകം വായിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, അതിന് മൂലക്കല്ല് കർത്താവായതും അപ്പോസ്തലന്മാർ അടിസ്ഥാനമാകുന്നതുമായ സഭ പണിയപ്പെടുകയാണ്. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് താഴോട്ട് വരുന്ന സമയത്ത്. അത് 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കും. ആകയാൽ നിങ്ങൾ ഇനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൻ്റെ മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. കെട്ടിടം വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിയുന്നു. വി ആർ ഇൻ ദ പ്രോസസ് ഓഫ് കൺസ്ട്രക്ഷൻ. വി ആർ ഇൻ ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ. ആ പ്രോസസ്സിലാണ്, ആ ഫോർമേഷനിലാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു നവയെരുശലേമാകാം. അതാണ് സഭ. നവയെരുശലേമാണ്. നമുക്ക് ആകാശത്ത് നിന്ന് ഇറങ്ങി വരികയാണ് ഒരു നവയെരുശലേം. എൻ്റെ വിശ്വാസം ഇതിൻ്റെ എക്സ്റ്റൻഷനാണത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ ഇറ്റ് ഇസ് നോട്ട് നള്ളിഫിക്കേഷൻ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാലും നമ്മൾ സൃഷ്ടി അഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. സൃഷ്ടി അഴിഞ്ഞു പോകുന്ന അതിക്രമങ്ങളുടെയും പാപങ്ങളുടെയും ഫലമായി ദൈവത്തിൻ്റെ ക്രമം നഷ്ടപ്പെട്ട് സൃഷ്ടി നഷ്ടപ്പെടുന്ന, സൃഷ്ടി എന്ന് പറയുന്നത് ബ്രിങ്ങിങ് ഓർഡർ ഔട്ട് ഓഫ് കയോസ് എന്നാണ്, കോസ്മോസ് ഔട്ട് ഓഫ് കയോസ് എന്നാണ്, അങ്ങനെ ഒരു അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഈ ഓർഡറിൽ നിന്ന് തിരികെ പോകുന്നതാണ് കയോസ്, കയോട്ടിക്കാവുന്നത്. അങ്ങനെ ഓർഡറൊക്കെ നഷ്ടപ്പെട്ട് ദൈവത്തിൻ്റെ ക്രമമൊക്കെ നഷ്ടപ്പെട്ട് എല്ലാം കയോട്ടിക്കാകുന്ന ഒരവസ്ഥയിൽ നിന്ന് ദൈവം തമ്പുരാൻ ഇപ്പോൾ നമുക്ക് ക്രമം വരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ആ ഒരു ബോധ്യം നമ്മളെ ഭരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസ് നോട്ട് നള്ളിഫിക്കേഷൻ ബട്ട് എഡിഫിക്കേഷൻ. പ്രൈസ് ദി ലോർഡ്. ഇറ്റ് ഈസ് നോട്ട് നള്ളിഫിക്കേഷൻ ബട്ട് എഡിഫിക്കേഷൻ. ഇന്ന് രാവിലെ നമ്മുടെ ബൈബിൾ ക്ലാസ്സിൽ വന്ന് പങ്കെടുക്കുന്ന ആളുകൾ അങ്ങനെ തന്നെ പറയണം. ഇറ്റ് ഈസ് നോട്ട് നള്ളിഫിക്കേഷൻ ബട്ട് എഡിഫിക്കേഷൻ. എൻ്റെ കർത്താവെ ഇല്ലാതാക്കുകയല്ല, പിന്നെയോ എന്നെ സൃഷ്ടിക്കുകയാണ്, ഉണ്മയിലേക്ക് കൊണ്ടുവരികയാണ്. അതിനുള്ള പ്രചോദനങ്ങളാണ് തിരുവചനം എനിക്ക് തരുന്നത് എന്നുള്ളതാണ്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, മൂന്നാമതൊരു ഭാഗം കൂടെ ചേർത്ത് പെട്ടെന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. അതോടെ ചേർത്ത് പറയുകയാണ്. അത് 3-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളാണ്. 14 മുതൽ 19 വരെയുള്ള വാക്യം വളരെ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ വായിക്കുന്നു 14 മുതൽ 19 വരെ. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദിസ് ഈസ് എ പ്രെയർ, അല്ലേ? ഇതൊരു പ്രാർത്ഥനയാണ്. പൗലോസിൻ്റെ വലിയ പ്രാർത്ഥനയാണ്. ദൈവഭവനത്തിൻ്റെ ശ്രേയസ്സിനെ കുറിച്ചുള്ള പ്രാർത്ഥനയാണ്. ഇറ്റ്സ് അബൌട്ട് ദി വെൽഫെയർ ഓഫ് ദ ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ്. ദൈവഭവനത്തിൻ്റെ ശ്രേയസ്, അതിൻ്റെ നന്മയെക്കുറിച്ച് പറയുക. ഈ പ്രാർത്ഥനയെക്കുറിച്ച് മാത്രം ഒരു ബൈബിൾ ക്ലാസ് എടുക്കാം, അതിന് സംശയമൊന്നുമില്ല. എന്നാൽ എൻ്റെ ഇന്നത്തെ ഈ ഒരു സിലബസിൽ ഞാനിന്ന് ഉദ്ദേശിച്ച എൻ്റെ ഒരു ഫ്രെയിം വർക്കിനകത്ത് അതുകൂടെ ഉള്ളതുകൊണ്ട് ഞാൻ അതുകൂടെ ചേർത്ത് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് അവസാനിപ്പിക്കാം. ദൈവഭവനത്തിൻ്റെ വിഭവ സ്രോതസ് ത്രിത്വം.
ദൈവഭവനത്തിൻ്റെ വിഭവ സ്രോതസ് ട്രിനിറ്റിയാണ്, ഹോളി ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ പിതാവ്, പുത്ര, പരിശുദ്ധ റൂഹായാം ത്രിയേക ദൈവമാണ് നമ്മുടെ വിഭവ സ്രോതസ്. നമ്മെ ശക്തീകരിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കരുണയ്ക്കായി സ്തോത്രം. ഞാനിവിടെ വായിച്ചത്, അത് നിമിത്തം ഞാൻ ഭൂമിയിലെ സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. ഐ നീൽ ബിഫോർ ഹിം, ബിഫോർ ദ ഫാദർ. ഹു ഈസ് ദ ഫാദർ? ഫാദർ ഈസ് ദി പ്രൊജനിറ്റർ, ഫാദർ ഈസ് ദ ക്രിയേറ്റർ. പിതാവ് എന്ന് പറഞ്ഞാൽ സകലത്തിൻ്റെയും. അതാണ് സഭയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ, ഇന്നലെ ഞാൻ പറഞ്ഞു വെച്ചതായിരുന്നു തുടക്കത്തിൽ. ഈ സഭ എന്ന് പറയുന്നത് യഹൂദന്മാരുടേത് മാത്രമല്ല, യവനന്മാരും കൂടെ ചേരുന്നതാണ്. ഇത് ജാതികളും കൂടെ ചേരുന്നതാണ്. ജാതി വാക്കുപോലും ഇപ്പോൾ ഉപയോഗിക്കുന്നത് ശരിയല്ല, എന്നാൽ ജാതികളോട് ചേരുന്നതാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ഉള്ളതാണ്. വേർപാടിൻ്റെ നടിച്ചുവരിനെ ഇടിച്ചു കളഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിനോട് ചേർത്ത് എൻ്റെ കൂടെ ധ്യാനിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് നമുക്കിവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം. അവിടെ പറയുന്നത് എന്തെന്നറിയാമോ? ഭൂമിയിലെ സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഗോഡ് ഈസ് ദ സോഴ്സ്. ദ ക്രിയേറ്റർ ഗോഡ് ഈസ് ദ സോഴ്സ്. സൃഷ്ടാവായ ദൈവമാണ് സകല വിഭവങ്ങളുടെയും സ്രോതസ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ പിതാവിൻ്റെ മഹത്വം പുത്രർക്ക് നൽകുകയാണ്. ദൈവത്തിന് സ്തോത്രം. വി ആർ ദ സൺസ് ഓഫ് ഗോഡ്. വി ആർ സൺസ് ഓഫ് ഗോഡ്. വി ആർ സൺസ് ഓഫ് മെൻ. മനുഷ്യപുത്രന്മാരാണ്. മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് സ്വയം തന്നെക്കുറിച്ച് തന്നെ നന്നായി അവതരിപ്പിക്കുന്ന ഒരു വാക്ക് മനുഷ്യപുത്രൻ എന്നൊരു വാക്കാണ്. അങ്ങനെ മനുഷ്യപുത്രന്, ജനുവിനായിട്ടുള്ള മനുഷ്യപുത്രനാണ് ദൈവപുത്രൻ. പൂർണ്ണതയുള്ള മനുഷ്യപുത്രനാണ് ദൈവപുത്രൻ. അങ്ങനെയാണെങ്കിൽ മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരുടെ പദവിയിലേക്ക് ഉയർത്തുവാനുള്ള ഭാഗ്യം ദൈവം തമ്പുരാൻ നമുക്ക് വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ പുത്രത്വാവകാശത്തിലാണ് ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ ഒരു ചോദ്യം, പ്രിയപ്പെട്ടവരെ, സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്ന ഒരാൾ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുമ്പോൾ പിതാവിൻ്റെ അധികാരവും പിതാവിൻ്റെ സ്നേഹവും പിതാവിൻ്റെ കരുതലും പിതാവിൻ്റെ മാർഗദർശിത്വവും പിതാവ് നയിക്കുന്ന ഡെസ്റ്റിനേഷനും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാനിപ്പോൾ പറയുന്നൊരു വാക്ക് റെസ്പോൺസിബിൾ സൺഷിപ്പ് ആൻഡ് ഡോട്ടർഷിപ്പ് എന്ന്. റെസ്പോൺസിബിൾ, ഉത്തരവാദിത്വമുള്ള പുത്രത്വം മാത്രമല്ല പുത്രിത്വം. ഉത്തരവാദിത്വമുള്ള പുത്രത്വം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രിയപ്പെട്ടവരെ, സൺഷിപ്പ് ഈസ് നോട്ട് മിയർലി എ പ്രിവിലേജ്, ഇറ്റ് ഈസ് റെസ്പോൺസിബിലിറ്റി. പുത്രത്വം എന്ന് പറയുന്നത് കേവലം ഒരു പദവിയല്ല, അത് വലിയ ഉത്തരവാദിത്വമാണ്. അപ്പൻ്റെ മാനം, അപ്പൻ്റെ ഓണർ അല്ലേ, അത് ഉയർത്തിപ്പിടിക്കുവാൻ പുത്രന് ഉത്തരവാദിത്വമുണ്ട്. പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിലൂടെ നമുക്കത് നൽകിയിട്ടുണ്ട്. പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിലൂടെ നമുക്കത് നൽകി. അങ്ങനെയാണെങ്കിൽ അകത്തെ മനുഷ്യനെ ശക്തീകരിക്കുന്ന ദ ഇന്നർ പേഴ്സൺ, അകത്തെ മനുഷ്യൻ. 1 മണിക്കൂറായപ്പോൾ നിങ്ങളിൽ പലരും വിഷമിച്ചു എന്ന് എനിക്കറിയാം. എന്നാലും ഇതിങ്ങനെ ഇടയ്ക്കൊന്നും ഈ പുട്ടും പൊടിയൊന്നും ഇല്ലാഞ്ഞത് കാരണം നമുക്കൊരു സ്കെലിറ്റനാണല്ലോ ഇത് മുഴുവൻ. അങ്ങനെ സ്കെലിറ്റൻ, ഇത് വെറും പാലല്ല, കട്ടിയുള്ള ആഹാരം കഴിക്കാൻ പ്രാപ്തിയുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത് എന്നറിയാവുന്നതുകൊണ്ട് ഈ കട്ടി പോരാ എന്ന് വിചാരമുള്ള ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടും പ്രിയപ്പെട്ടവരെ, ഞാനിത് ഇങ്ങനെ എല്ലാവരെയും ഓർമ്മിപ്പിച്ച അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പൾവറസ്ഡായിട്ടുള്ള, ഇന്നലെ ഒരുപാട് ഈ സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ ഈ ഓരോ വ്യക്തികളോട് വ്യക്തിപരമായി സംസാരിക്കുമ്പോഴാണ് ഞാൻ നിൽക്കുന്ന ഐവറി ടവർ, ഞാൻ നിൽക്കുന്ന ദന്തഗോപുരം, ഞാൻ നിൽക്കുന്ന നിങ്ങൾ എന്നെ കല്ലേറിയരുത്, ഞാൻ ചില്ലുമേടയിലാണ് എന്ന് പറയുന്ന ആ ചില്ലുമേടയുടെ അതിൻ്റെ ഒരു ബലഹീനത എനിക്ക് മനസ്സിലാവുന്ന. പ്രിയപ്പെട്ടവരെ,
എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ സംസാരിക്കുമ്പോൾ ചിലരുടെയൊക്കെ കണ്ണു നിറയുമ്പോഴും എൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ചിലരുടെ ആത്മാവിൽ നിന്നും എൻ്റെ ആത്മാവിനെ തൊടുന്ന ചില സ്റ്റിമുലി പുറപ്പെടുമ്പോഴും പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയപ്പെടുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്ന ഒന്ന്, എൻ്റെ ദൈവമേ, എന്നോട് സംസാരിക്കുന്ന ഈ പ്രിയപ്പെട്ടവനും എനിക്കും എൻ്റെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുവാൻ, let my inner person be strengthened, that they may face their situations. അവരുടെ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള ബലം കിട്ടി. എൻ്റെ ദൈവം തമ്പുരാനെ, കഷ്ടതയോ നഗ്നതയോ പട്ടിണി ഉപദ്രവമോ ഒന്നും കഷ്ടമറ്റേശുവെ പോലെ എന്നെ ആക്കിടും. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞാൻ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവം തമ്പുരാനെ അറിവിനെ കവിയുന്ന സ്നേഹം, ആമേൻ, അറിവിനെ കവിയുന്ന ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളിലേക്ക് അങ്ങോട്ട് പകരുകയാണ്. അവിടെയാണ് തൃത്വം. പിതാവായ ദൈവം പുത്രനിലൂടെ പരിശുദ്ധാത്മാവിലൂടെ നമ്മെ ശക്തീകരിക്കുകയാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ തുടരാൻ, നോട്ട് ടു ബി പ്ലഞ്ച്ഡ് ടു ദ പ്രീ കൺവേർഷൻ ഡേയ്സിലേക്ക് കൂപ്പുകുത്തിപ്പോകാതിരിക്കാൻ. എൻ്റെ ദൈവം തമ്പുരാനെ, എനിക്ക് നീ തന്നിരിക്കുന്ന ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവത്തിൽ തന്നെ നിലനിൽക്കുവാൻ, അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ദൈവകൃപ എനിക്ക് തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ അറ്റൻഷൻ. താങ്ക് യു വെരി മച്ച്. ചില ആളുകളൊക്കെ വളരെ നേരത്തെ എഴുന്നേറ്റത് കൊണ്ടും പതിവില്ലാതെ എഴുന്നേറ്റത് കൊണ്ടും ഒക്കെ ചിലർക്കൊക്കെ ഉറക്കമൊക്കെ വന്നിട്ടുണ്ട്. എപ്പോഴൊക്കെയോ ഞാൻ ഈ പ്രസംഗിക്കുന്നുണ്ട്, ആളുകൾ ഉറങ്ങുന്നതിനെക്കുറിച്ച് ഞാൻ സങ്കടപ്പെടുകയും പരാതിപ്പെടുകയും ചെയ്തപ്പോൾ ഒരിക്കൽ എൻ്റെ ഭാര്യ എന്നെ വഴക്ക് പറഞ്ഞു. അങ്ങനെ വഴക്ക് പറയാനുള്ള അവകാശമൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടൊരു ദിവസം എന്നോട് പറഞ്ഞു, ഇനി മേലാൽ അങ്ങനെ ഉറങ്ങുന്നവരെ കുറ്റം പറയരുത്. കാരണം ഉറങ്ങുന്നവരൊക്കെ രാവിലെ മരുന്ന് കഴിച്ചവരായിരിക്കും, ചിലപ്പം പ്രഷറിൻ്റെ മരുന്ന് കഴിച്ചവരായിരിക്കും, കൊളസ്ട്രോളിൻ്റേത് കഴിച്ചവരായിരിക്കും, വേറെ എന്തെങ്കിലും പ്രശ്നം കാണും. ഇന്നലെ രാത്രി അവർ ഉറങ്ങിയോ എന്ന് നിങ്ങളെങ്ങനെ അറിയുന്നത്? പിന്നെ നിങ്ങളെ പ്രതി പള്ളി വന്നിരുന്ന് തരികയല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരെ ഒന്നും വഴക്ക് പറയരുത് എന്നൊരു ദിവസം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ കേട്ട വലിയൊരു ദൈവശാസ്ത്രമായിരുന്നു അത്. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാലും ഇന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് ഈ വചനം കേട്ട പ്രിയപ്പെട്ട എല്ലാവരെയും ഞാൻ ദൈവനാമത്തിൽ അഭിനന്ദിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ വചനങ്ങളാൽ. ആമേൻ. എനിക്കത് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. എന്നെ ശക്തനാക്കിടുന്നവൻ മൂലം ഞാനെല്ലാറ്റിനും മതിയായോ, എൻ്റെ ബലഹീനതയിൽ തൻ്റെ ബലമണിയിക്കുന്നവൻ യേശു മാത്രമല്ലോ. എൻ്റെ ബലഹീനതയിൽ തൻ്റെ ബലമണിയിക്കുന്നവൻ യേശു മാത്രമല്ലോ.